നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വണ്ണിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഒരു ഏറ്റവും കൂടുതൽ പേര് എന്നോട് ആവശ്യപ്പെട്ടത് ഈ ചാപ്റ്റർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് ചാപ്റ്ററാണ്? 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് ഞാൻ പറയും. സാറിന് അങ്ങനെയൊക്കെ പറയാം ഞങ്ങൾക്ക് ഭയങ്കര പാടാണ്. അല്ല, വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. പക്ഷെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അന്നേരം ഇതേ കാര്യം നിങ്ങളുടെ സീനിയേഴ്സ് ഇതുപോലെ തന്നെ പ്ലസ് ടുക്കാർ ഇതുപോലെ തന്നെ പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് സമയത്ത് പറഞ്ഞാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള 2-3 ചാപ്റ്റർ എടുക്കാൻ പറഞ്ഞപ്പം ഒരെണ്ണം മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, റൊട്ടേഷൻ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, വേവ്സ്, ഓസിലേഷൻ ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിനകത്ത് ഇട്ടേക്കുക. നിങ്ങൾ എങ്ങനെ ഈസി ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കുന്നു അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സത്യസന്ധമായ കമന്റ്സ് ഇടുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. അന്നേരം ഓരോ അധ്യാപകരും ഓരോ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ചാപ്റ്റർ 7. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റൊട്ടേഷണൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ സാധാരണ ചാപ്റ്ററുകളൊക്കെ പഠിക്കുന്നത് ലീനിയർ മോഷൻ. നമ്മുടെ ഫിസിക്സിൽ ഒരു നല്ല ശതമാനം ലീനിയർ മോഷനാണ്, സ്ട്രെയിറ്റ് ലൈനുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ്. ഇത് സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട, അതിനാണ് റൊട്ടേഷണൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ടേംസുകളും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസും ഒക്കെയാണ്. അന്നേരം ഈ ലീനിയർ മോഷൻ ഒരു വശത്തും റൊട്ടേഷണൽ മോഷൻ ഒരു വശത്തും നിർത്തിയാൽ ഇത് തമ്മിൽ ഒരുപാട് കമ്പാരിസൺ ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, എങ്ങനെയൊക്കെ അതൊക്കെ ഈസി ആയിട്ട് പഠിക്കാം, എന്തൊക്കെ ടിപ്സ് ഉണ്ട്, എന്തൊക്കെ ട്രിക്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. അന്നേരം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, വാ. ഓക്കെ, ആദ്യം നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ ആദ്യം പഠിക്കേണ്ട വാക്ക് ടേം റിജിഡ് ബോഡിയാണ്. റിജിഡ് ബോഡി, ഇതൊരു റിജിഡ് ബോഡിയാണ്. ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ തിരിക്കുകയാണ്. ഇതിന്റെ സൈസിനും ഷേപ്പിനും വ്യത്യാസം വന്നോ? അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ഇല്ല അല്ലേ. ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഇതിന്റെ സൈസിനും ഷേപ്പിനും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അന്നേരം റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോഡി വിച്ച് ഹാസ് ഫിക്സ്ഡ് ജോമെട്രിക്കൽ സൈസ് ആൻഡ് ഷേപ്പ്. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ജോമെട്രിക്കൽ സൈസ് ആൻഡ് ഷേപ്പ് ഉള്ള ബോഡിയെ പറയുന്ന പേരാണ് റിജിഡ് ബോഡി. വിച്ച് ബോത്ത് ഓഫ് വിച്ച് സൈസും ഷേപ്പും do not change during motion. That's very important. ഇത് മോഷന്റെ സമയത്ത് ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സൈസും ഷേപ്പും മാറാത്ത ബോഡിയെ പറയുന്ന പേരാണ് റിജിഡ് ബോഡി, ഫിക്സ്ഡ് ബോഡി. റിജിഡ് എന്ന് പറയുമ്പോൾ നല്ല ഭയങ്കര ഇതാണ്, ഫിക്സ്ഡ് ആണ്. റിജിഡ് ബോഡി ഹാസ് ഫിക്സ്ഡ് ജോമെട്രിക്കൽ സൈസ് ആൻഡ് ഷേപ്പ് ആൻഡ് ബോത്ത് ഓഫ് വിച്ച് മീൻസ് സൈസ് ആൻഡ് ഷേപ്പ് do not change during motion. ഇത്രയേ ഉള്ളൂ റിജിഡ് ബോഡി. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ടേം എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഇതൊക്കെ പഠിപ്പിക്കണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഓർമ്മയില്ല കേട്ടോ. മൊമെന്റ് ഓഫ് ഫോഴ്സ് മറ്റൊരു പേരാണ് ടോർക്ക്. ആദ്യം നിങ്ങൾ കേൾക്കുന്ന വാക്കായിരിക്കും ടോർക്ക്. കേട്ടിട്ടുണ്ടായിരിക്കും ഈ വണ്ടികളിലേക്ക് ടോർക്ക് എത്ര ആണെന്നൊക്കെ ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചറിയാം. അങ്ങനെ കേട്ട് ആ ഒരു വാക്കാണ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ടോർക്ക്. ഡിനോട്ട് ലെറ്റർ ടോ ആണ്. രസം അല്ലേ? മൊമെന്റ് ഓഫ് ഫോഴ്സ് മറ്റൊരു പേര് ടോർക്ക്, ഡിനോട്ട് ലെറ്റർ ടോ. എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്? മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വളരെ ഈസി ആയിട്ട് പഠിക്കും. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് ഡിനോട്ട് ലെറ്റർ ടോ ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ഫോഴ്സ് ഡിനോട്ട് ലെറ്റർ എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയാണ് എഫ് ഇൻറ്റു ആർ. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ടോർക്ക് അറിഞ്ഞില്ലെങ്കിൽ ചാപ്റ്ററിന്റെ ഒരു നല്ല ഭാഗവും നമുക്ക് അറിയാൻ പറ്റാതെ ഇപ്പോൾ. വാട്ട് ഈസ് മീൻ ബൈ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓഫ് ടോർക്ക്? ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ.
എന്താ അടിപൊളി. ഇത് ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? യൂണിറ്റ് എന്ന് പറയുന്നത് ടോർക്കിന്റെ, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. Therefore ടോർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. അന്നേരം അതും സിമ്പിൾ. ഓക്കെ. അടുത്തത് വാട്ട് ഈസ് ദി ഡയമെൻഷൻ ഓഫ് ടോർക്ക്? ഇതെല്ലാം ഒരെണ്ണം പഠിക്കുമ്പോൾ അതിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. വാട്ട് ഈസ് ദി ഡയമെൻഷൻ ഓഫ് ടോർക്ക്? നമുക്ക് നോക്കാം. ഡയമെൻഷൻ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ വന്നിരിക്കണം ml(T⁻²). ഫോഴ്സിന്റെ ഡയമെൻഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്, ഒരുപാട് എടുത്ത് വരും. ഇൻറ്റു ഡിസ്റ്റൻസിന്റെ L, ടോർക്ക് ഈസ് ഈക്വൽ ടു Lm ഇൻറ്റു L L², ml²T⁻². ഡയമെൻഷൻ പഠിച്ചു. അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ടോർക്ക് പഠിച്ചു. ആ ടോർക്കിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ? ടോർക്കിന്റെ ഡെഫിനിഷൻ പഠിച്ചു, അതിന്റെ ഇക്വേഷൻ പഠിച്ചു, അതിന്റെ യൂണിറ്റ് പഠിച്ചു, അതിന്റെ ഡയമെൻഷൻ പഠിച്ചു. നമ്മൾ ആദ്യം തുടങ്ങിയത് എന്താണ് റിജിഡ് ബോഡി, നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങി. പിന്നെ നമ്മൾ ടോർക്ക് പഠിച്ചു, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഇതുപോലെ മറ്റൊരു വാക്കുണ്ട് മൊമെന്റ് ഓഫ് ഫോഴ്സ് പോലെ തന്നെ മൊമെന്റ് ഓഫ് മാസ്. മൊമെന്റ് ഓഫ് മാസ് അത് വലിയ കാര്യമായിട്ട് എടുക്കാനില്ല, പക്ഷെ ഒരിടത്ത് നമുക്ക് ആവശ്യമാണ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് മാസ് എന്തുവാ? മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്. അത്രേ ഉള്ളൂ. അന്നേരം മൊമെന്റ് ഓഫ് മാസ്, മൊമെന്റ് ഓഫ് മാസ് പ്രത്യേകം ഡിനോട്ട് ലെറ്റർ ഒന്നുമില്ല. മൊമെന്റ് ഓഫ് മാസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇത് നിങ്ങൾ മാർക്ക് ചെയ്തൊന്ന് പഠിച്ചോ, നമുക്ക് പിന്നീട് ആവശ്യം വരും. മൊമെന്റ് ഓഫ് മാസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്. ക്ലിയർ? റിജിഡ് ബോഡി, ഫോഴ്സ്, ടോർക്ക് അല്ലെങ്കിൽ മൊമെന്റ്. ടോർക്കിന് പറഞ്ഞ മറ്റൊരു പേര് മൊമെന്റ് ഓഫ് ഫോഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് മൊമെന്റ് ഓഫ് മാസ്. ഇത്രയും സൂപ്പർ ആയില്ലേ? ഇനി നിങ്ങൾ പറഞ്ഞേ, ഇത്രയും ക്ലിയർ ആയി ഈ ചാപ്റ്റർ പാടുണ്ടോ? ഒരുപാട്. അടുത്തത് സെന്റർ ഓഫ് മാസ്, വെരി ഇമ്പോർട്ടൻറ്റ്. സാധനമാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആകുന്നത്. കാരണം ഇതെല്ലാം ഫണ്ടമെന്റലായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് കയറി സ്റ്റെപ്പ് കയറി മണ്ടയ്ക്കിട്ട് വരാൻ പറ്റുള്ളൂ. എന്താണ് സെന്റർ ഓഫ് മാസ്? നമുക്ക് അറിയാം ഏത് വസ്തുക്കൾക്കും ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ചിലർ ഇങ്ങനെ കയ്യിൽ വടി വെച്ചിട്ട് ഇങ്ങനെ 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 നിൽക്കും, ബാലൻസ് ചെയ്തിരിക്കും. അന്നേരം ഏത് വസ്തു ആ ബാലൻസ് ചെയ്യുന്ന ആ ഭാഗം എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അത് നടുക്കാണോന്നില്ല, എവിടെ ബാലൻസ് ചെയ്യുന്നോ അത് അവരുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഏത് ഒബ്ജക്റ്റും ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി വേണം. ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ അടങ്ങിയിരിക്കുന്ന മാസിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. അന്നേരം ഏത് ഒബ്ജക്റ്റിനകത്തും ഒരുപാട് പാർട്ടിക്കിൾസ് കാണും. ആ പാർട്ടിക്കിൾസിൽ അടങ്ങിയിരിക്കുന്ന ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണും. ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ അടങ്ങിയിരിക്കുന്ന മാസിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. നമ്മൾ ഈ 4 ടേം കഴിഞ്ഞു. ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻട്രോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 4 ടേംസ് ആണ് പഠിച്ചത്, വെരി ഇമ്പോർട്ടൻറ്റ് ടേംസ്. ഓക്കെ വാ, അടുത്തതിലോട്ട് നമുക്ക് കിടക്കാം. നമ്മള് പ്രധാനമായിട്ട് 4 ടേംസ് പഠിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ പഠിച്ചത് റിജിഡ് ബോഡി എന്താണെന്ന് പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ചു മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക്, ഡിനോട്ട് ലെറ്റർ ടോ, അതിന്റെ ഡയമെൻഷൻ, യൂണിറ്റും ഇക്വേഷനും എല്ലാം പഠിച്ചു. അതിനുശേഷം നമ്മൾ മൊമെന്റ് ഓഫ് മാസ് പഠിച്ചു. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. മൊമെന്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് പഠിച്ചു. എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് പഠിച്ചു. ഇനി നമ്മൾ ഇച്ചിരി ഗൗരവമായിട്ട് പഠിക്കാൻ പോവാണ്. എന്നാൽ സിമ്പിളാണ്. സെന്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം. ഹെഡിങ് നമ്മൾ ഒന്നുകൂടെ വായിച്ചു നോക്കി. സെന്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 പാർട്ടിക്കിൾ ഉള്ള സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ഈസി ആയിട്ട്. ഇതാണ് അതിന്റെ ഡയഗ്രം. ഇവിടെ 3 ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. നമ്മൾ ഇസഡ് ആക്സിലോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം 2 പാർട്ടിക്കിൾസേ ഉള്ളൂ. 2 ആക്സിസ് മതി. എക്സ് ആക്സിസ് വൈ ആക്സിസ് എടുക്കാം. 2 പാർട്ടിക്കിൾസ് P1 and P2 are the 2 particles. Simple. P1 ഉം P2 ഉം 2 പാർട്ടിക്കിൾസ്. P1ന്റെ മാസ് നിങ്ങൾ അസ്യൂം ചെയ്യുക M1 ആണ്. M1 ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, എല്ലാവരും എഴുതി കൊളായി പോകും. അന്നേരം P1ന്റെ പാർട്ടിക്കിളിന്റെ മാസ് എന്ന് പറയുന്നത് M1 ഉം P2 എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ മാസ് M2 ആയിട്ട് കൺസിഡർ ചെയ്യും. കൺസിഡർ 2 പാർട്ടിക്കിൾസ് P1 and P2. M1 and M2 are their masses. P1ന്റെ മാസ് M1 ഉം P2ന്റെ മാസ് M2 ആണ്. P1ന്റെ ഡിസ്റ്റൻസ് അവിടെ R1 ഉം P2ന്റെ ഡിസ്റ്റൻസ് R2 ആണ്.
അന്നേരം അതിന്റെ ഡിസ്റ്റൻസ് R1 R2 M2 ന്റെ R2 P2 ന്റെ R2 ആണ്. ഓക്കെ, ഇനി ഈ P1 ന്റെയും P2 ന്റെയും കറക്റ്റ് സെന്ററിലൂടെ നിന്നാണ് ഈ Q പോയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സെന്റർ ഓഫ് മാസ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. കറക്റ്റ് P1 നും P2 ന്റെയും സെന്ററിലൂടെ ഉള്ളതാണ് Q എന്ന് പറയുന്നത്. അവിടുത്തെ മാസിനെ നമുക്ക് സെന്ററിലൂടെ പോകുന്ന നമ്മൾ ചിലർക്കാൻ എടുക്കണ്ട. അവിടുത്തെ മാസിനെ, അവിടുത്തെ സെന്റർ ഓഫ് മാസിനെ നമുക്ക് ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കാം. അവിടുത്തെ റേഡിയസിനെ നമുക്ക് ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കാം. സെന്ററിലൂടെ പോയിരിക്കുന്നുണ്ട്. ഇതാണ് അന്നേരം P1 ഉം P2 ഉം അതിന്റെ മാസ് M1 M2 അതിന്റെ ഡിസ്റ്റൻസ് R1 R2 അതിന്റെ സെന്ററിലൂടെ പോയിരിക്കുന്നത്. അവിടുത്തെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം, അവിടുത്തെ റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഈ രണ്ടെണ്ണത്തിന്റെ അതായത് P1 ന്റെയും P2 ന്റെയും ഈ രണ്ട് പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് മാസിന് തുല്യമായിരിക്കത്തില്ലേ ഈ നടുകൂടെ പോയിരിക്കുന്ന പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് മാസ്? കൺഫ്യൂഷൻ ആയോ? P1 ന്റെയും P2 ന്റെയും മൊമെന്റ് ഓഫ് മാസിന് തുല്യമായിരിക്കും നടുകൂടെ, നടുക്കുന്ന പറഞ്ഞാൽ റിസൾട്ടന്റ് ആണ്, നടുകൂടെ പോയിരിക്കുന്നതിന്റെ മൊമെന്റ് ഓഫ് മാസ്. ഞാൻ എഴുതി കാണിക്കാം. P1 ന്റെ മൊമെന്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്. P1 ന്റെ മൊമെന്റ് ഓഫ് മാസ് എന്താണ്? P1 ന്റെ മാസ് എന്ന് പറഞ്ഞാൽ M1, അവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1, M1 R1 P1 ന്റെ പ്ലസ് ഏതിന്റെ ഇവിടെ കൂട്ടണം? P2 ന്റെ മൊമെന്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ M2 R2, M1 R1 പ്ലസ് M2 R2. P1 ന്റെയും P2 ന്റെയും മൊമെന്റ് ഓഫ് മാസിന് തുല്യമായിരിക്കും നടുകൂടെ ഉപയോഗിക്കുന്ന റിസൾട്ടന്റിന്റെ മൊമെന്റ് ഓഫ് മാസ്. അന്നേരം നടുകൂടെ ഉപയോഗിക്കുന്നതിന്റെ മൊമെന്റ് ഓഫ് മാസ് എന്ന് പറയുന്നത്, അവിടുത്തെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം, അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം. ഓക്കെ വാ, അതിന് സിമ്പിൾ R മാത്രം കണ്ടുപിടിക്കുക. R കണ്ടുപിടിക്കുക. R is equal to M1 R1 M1 R1 plus M2 R2 by M. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. സെന്റർ ഓഫ് മാസ് ഓഫ് ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ സെന്ററിലൂടെ പോകുന്ന ഡിസ്റ്റൻസ് ആണ്. അതാണ് R is equal to M1 R1 plus M2 R2 by M. ഈ സെന്റർ ഓഫ് മാസ് ഓഫ് ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഇനി കുറെ ചെറിയ ചെറിയ ഡെറിവേഷൻ പഠിക്കും. ഒന്ന് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്, ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ആൻഡ് മൊമെന്റം കൺസർവേഷൻ, ഇങ്ങനെ കുറെ ടോപ്പിക്സ് പഠിക്കും. അന്നേരം ഇന്നത്തെ വീഡിയോ ഞാൻ വളരെ കുറച്ചായിട്ട് ഡൈല്യൂട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നല്ല വ്യക്തവും ശക്തവുമായിട്ട് പഠിച്ചു വെച്ചേക്കുക. സെന്റർ ഓഫ് മാസ് ഓഫ് ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ വരെ പഠിച്ചാൽ അടുത്ത വീഡിയോ നമുക്ക് കാണുമ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ട് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് അടിച്ച് പൊളിച്ച് വെലോസിറ്റിയും ആക്സലറേഷൻ ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തീർക്കാം. നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൃത്യമായിട്ടും അതിന് മറുപടി തരാൻ പറ്റും. ഓൺലൈൻ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും എനിക്കൊരു മെസ്സേജ്, പേരും ഡിസ്ട്രിക്റ്റും വാട്സാപ്പിൽ വന്നാൽ ഓൺലൈൻ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളും അതിന്റെ ഇക്വേഷൻ കാർഡും എല്ലാം കിട്ടുന്നതായിരിക്കും. അന്നേരം നന്നായിട്ട് പഠിക്കുക. എല്ലാ കുട്ടികളും ഒരു ഈസി ചാപ്റ്റർ ആണെന്ന് വിചാരിച്ച് പഠിക്കുക. ഈസി ചാപ്റ്റർ ആണ് വിചാരിക്കുന്നല്ല, ആണ്. അന്നേരം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷന്റെ ഫസ്റ്റ് വീഡിയോ ഇതുകൂടി അവസാനിക്കുന്നു. സെക്കൻഡ് വീഡിയോ അടുത്ത ദിവസം തന്നെ. അതുവരെ കാണുന്നവരെ ബൈ ബൈ, സീ യു. ഓക്കെ.